മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പറ്റിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ MD ചെയർമാനോ എന്താണ് ആൻഡോ അഗസ്റ്റ്. അതിന് കടലാസിലൊന്നും ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതെ, കടലാസിൽ വേറെ ആരോ ആണ്, ആണുങ്ങളുടെ പേരാണെന്നാണ് വേറെ പറയുന്നത്. ആരോ ആണ്. ആൻഡോ അഗസ്റ്റിൻ ഇന്നലെ തൻ്റെ മാധ്യമം മുഖേന തനിക്ക് പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു. എന്നിട്ട് അത് വളരെ ഷോർട്സ് ആക്കി ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും തള്ളി. ഈ തള്ളലുകളുടെ എല്ലാ കമൻറ്റ് ബോക്സ് ഞാൻ പോയി പരിശോധിച്ചു. ഒരാൾ ഇവർക്ക് അനുകൂലമായിട്ടില്ല. പിണറായി വിജയൻ്റെ ഗതി തന്നെയാണ് ഇവർക്ക്. മാത്രമല്ല അവിടെ മറ്റു ജീവനക്കാർ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇവരും കട്ട് ചെയ്തിട്ടു. എൻ്റെ സഹപ്രവർത്തകനായിരുന്ന TV പ്രസാദും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ നല്ല ഗംഭീര കമൻറ്റാണ് നാട്ടുകാർ എല്ലാവരും. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും അറിയാം, അതായത് ഈ പോസ്റ്റ് കട്ട് ചെയ്തിരുന്ന ഇവരെ സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവർക്കും അറിയാം ലോകത്തെറി വരും. പക്ഷേ അവരവിടെ ജോലി ചെയ്യുന്നിടത്തോളം, ശമ്പളം പറ്റുന്നിടത്തോളം കാലം അവരതിന് നിർബന്ധിതരാകുകയാണ്. ഇയാൾ എല്ലാവർക്കും സർക്കുലർ പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും കട്ട് ചെയ്തിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഇനി അടുത്ത മാസം ശമ്പളം ഇല്ലെന്നോ എല്ലാം പറഞ്ഞ് വരട്ടി കഴിഞ്ഞാൽ തീർന്നില്ല കാര്യം. ഈ കരഞ്ഞു മെഴുകുന്നു നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അല്ല, ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ആ പറച്ചില് എനിക്കത് ഭയങ്കര രസമാണ്. സ്ക്രിപ്റ്റ് ഇട്ട് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ ഈ അരുൺകുമാറിൻ്റെ കയ്യിൽ കുറേ ചോദ്യങ്ങൾ അങ്ങ് എഴുതി കൊടുത്തു. അതായത് എന്തുകൊണ്ട് മെസ്സി വന്നില്ല, പൈസ കൊടുത്തോ ഇല്ലയോ, പൈസ കൊടുത്തോ ഇല്ലയോ, ഇതുകൊണ്ട് പൊതു ഖജനാവിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഈ സമൂഹത്തിന് എന്തെങ്കിലും, ഇതൊരു സ്വകാര്യ പരിപാടിയാണ്, ഈ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങളതിനെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ അസാമാന്യ ഉളുപ്പും അസാമാന്യ തൊലിക്കട്ടിയും വേണം. ഏറ്റവും അവസാനം അദ്ദേഹം വന്നിട്ട് പറയാണ്, ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കൂടിയ മാനനഷ്ട കേസ് കൊടുക്കും. മാനനഷ്ട കേസ് കൂടിയതെന്നോ ഗ്രേഡാണ്. ഈ എന്താണ് ഈ നമ്മുടെ പഴയ CPI നേതാക്കൾ പീഡനത്തെ കുറിച്ച് പറഞ്ഞില്ല, തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞത്. അതിൽ തീവ്രത കൂടിയ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞ ഐറ്റം വേറെ ഒന്ന് കാണും, അതായിരിക്കും. അപ്പോൾ അതുപോലെ ഈ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് കിങ് ലെയർ. കിങ് ലെയറിൽ ഈ ദിലീപിന് ആണല്ലോ നായകൻ, നുണ പറയുന്ന നായകൻ. ഈ നായകനെ എപ്പോഴും വെട്ടിലാക്കാൻ ഇയാളുടെ കൂടെ ഒരു സഹായിയായിട്ട് ഒരാൾ നടക്കും. നമ്മുടെ സിദ്ദിഖ് ലാലിന്റെ അനന്തരവനം മറ്റുമാണ് അയാളുടെ പേര് പുതുമുഖ നടനായതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പുള്ളി വെട്ടിലാകുന്ന സമയത്ത് ഇതേപോലെ അങ്ങോട്ട് പറഞ്ഞുകൂടണ്ണ എന്ന് പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ആൻഡോ അഗസ്റ്റിനെ ആ വിശദീകരണം ഇങ്ങനെ മൂത്ത് വരുന്നതിനിടയ്ക്ക് അരുൺകുമാർ കയറി ഒരു ഒറ്റ അടിയ. അതായത് നമ്മളിത് അർജന്റീനൻ ഫുട്ബോൾ പിന്നെ എന്താണ് പറയുന്നത്, അസോസിയേഷൻ AFIക്ക് കൊടുത്ത ഇതിന്റെ രേഖകളാണ് ഇതാ ഈ കാണുന്നത്, ഇത് കണ്ടോ, ഇതാണ് ആ രേഖ. ഉടനെ അരുൺകുമാർ, നമുക്കിപ്പോ ഇത് ഇവിടെ തന്നെ ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരെ മുഴുവൻ കാണിക്കാം, അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഉടനെ മറ്റേ ഇല്ല, ഇത് കാണിക്കാൻ പറ്റില്ല, ഇത് അന്താരാഷ്ട്ര കോടതി കൊടുക്കാനുള്ള സാധനം, ഇത് അന്താരാഷ്ട്ര കോടതിയിൽ ഇരിക്കുന്ന സാധനമാണ്, ഇതുവരെ ഇത് പുറത്തു വിട്ടിട്ടില്ല. അന്താരാഷ്ട്ര ഏത് കോടതിയാണ്? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്നൊരു കോടതിയുണ്ട്, നമ്മൾ നെതന്യാഹുവിനെയൊക്കെ ശിക്ഷിച്ച ഒരു കോടതിയുണ്ട്. അതിനകത്ത് ഇതെങ്ങനെ ഇയാൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അത് UN-ന്റെ ഒരു ഭാഗമല്ലേ ഇന്റർനാഷണൽ, അത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പൊ എന്താണ് ഇയാൾ അന്താരാഷ്ട്ര കോടതി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് CPM-ന്റെ കോടതിയാണോ? അവർ കാണുമ്പോൾ സ്വന്തമായിട്ട് കോടതിയുണ്ട്, CPM പോലീസ് സ്റ്റേഷനുണ്ട്, അതുപോലെ കോടതി ഇനി റിപ്പോർട്ടർ ചാനലിന് വല്ലതും ഉണ്ടോ എന്നറിയില്ല. എന്താണെങ്കിലും ശരി, ഈ അരുൺകുമാർ ശരിക്കും ഇയാളെ വെട്ടിലാക്കി. ഏതായാലും മാധു ഇന്നലെ രക്ഷപ്പെട്ടു. അല്ല, ഇവരെല്ലാം മുങ്ങി. ഈ അരുൺകുമാർ വെട്ടിലാക്കിയെന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് എടുത്ത് കാണിക്കണ, ഇല്ല കിങ് ലെയർ സിനിമയിൽ പറയുന്ന പോലെ അങ്ങോട്ട് എടുത്ത് കാണിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, ഇത് അങ്ങനെ പുറത്തോട്ട് കാണിക്കാനുള്ള രേഖയല്ല, ഈ രേഖ വളരെ രഹസ്യമായ ഒരു രേഖയാണ്. ഇന്നേ വരെ ഇത് പുറത്തു പോയിട്ടില്ല, കോടതിയിൽ മാത്രമേ പോയിട്ടുള്ളൂ. പബ്ലിക് രേഖയാക്കി കഴിഞ്ഞാൽ, പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞാൽ ഇത് കോടതിയുടെ വിധികളെ ബാധിക്കും. അതിനുവേണ്ടി അത് നമ്മൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കും. ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ട് വന്നിരുന്ന് കള്ളം പറയാൻ ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിൻ്റെ MD ഒരു നാണവും ഒരു ഉളുപ്പുമില്ല. ഇവരൊക്കെ എന്താണ് കരുതിയിരിക്കുന്നത്? പൈസയ്ക്ക് വേണ്ടി മുട്ടത്തലേനും കൂടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. അല്ല, ഇവരെന്താ കരുതിയിരിക്കുന്നത്? ഈ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണെന്നാണ് കരുതിയിരിക്കുന്നത്. ഇവരോട് ആരാണ് പറഞ്ഞത് ഇത് കേരളത്തിന് നഷ്ടമില്ല എന്നുള്ളത്? ആരാണ് ഈ മുട്ടയെക്കുറിച്ച് ഇടയ്ക്ക് നമ്മുടെ നടൻ ബാല ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് ശരിയാണെന്ന് ഇപ്പം നമുക്ക് തോന്നുന്നു. ബാലയുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഈ മുട്ടയുടെയൊക്കെ ഒരു നിസ്സഹായാവസ്ഥ നമുക്ക് സത്യം പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുത്തൻ കാശുണ്ടായ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നു, അവൻ ലോക തട്ടിപ്പുകാരൻ, അവനൊരു ചാനൽ വിലക്കെടുക്കുന്നു, അവിടേക്ക് തന്നെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച റിപ്പോർട്ടറെ വിളിച്ചുകൊണ്ട് വന്ന് അവന്റെ പിന്നെ മുട്ട വീരപ്പന്റെ വേഷം ഇട്ട് മറ്റേ പിന്നെ ഇത്
വണ്ടി വരുന്നു, നിൽക്കുന്നു, ഇറങ്ങുന്നു, ചാടുന്നു, മരം കൊള്ള. കോളേജ് അധ്യാപകനായിരുന്നു കേട്ടോ, സത്യമാണോ എന്തോ? അല്ലെ, ഇപ്പോഴത് ഇന്ന് 24 ന്യൂസിന്റെ പഴയ ആ ക്ലിപ്പിംഗ് കറങ്ങി ഇന്നലെ നടക്കുന്നുണ്ട്. അതായത് കാട്ടുകള്ളൻ, കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ ആന്റോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ് പുള്ളി അടിച്ചു വിടുന്ന സാധനം ഇതുണ്ട്. എന്നിട്ട് ഇപ്പൊ ആന്റോ അഗസ്റ്റിൻ അഭിമാനിക്കാം, എന്നെ ചീത്ത വിളിച്ചവനെ എന്നെ ഒന്നിരുത്തി അവന്റെ ഷൂവെ പിടിപ്പിച്ചില്ലേ, അവന്റെ ഷൂ തുടപ്പിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. തനിക്കെതിരെ മരമുറിക്ക് കൃത്യമായ വ്യക്തമായ റിപ്പോർട്ട് പറഞ്ഞ മൊട്ട അരുൺ അയാളുടെ മുന്നിൽ വന്നിരുന്ന ഇവൻ ദിവ്യനാണെന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥ. ഇത് ഇത്രയും നല്ല പ്രതികാരം ലോക സിനിമാ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ അയാൾക്ക് അഭിമാനിക്കും. കുറച്ച് കാശുള്ളത് കൊണ്ടും ഈ കാശിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്നതുകൊണ്ടും അങ്ങനെയുള്ള ഒരു കുഴപ്പവും സംഭവിച്ചിരിക്കുന്നു. എന്താണെങ്കിലും ഇന്നലെ വെളുപ്പിക്കാൻ വന്ന ആന്റോ അഗസ്റ്റിൻ വെളുത്തില്ല എന്ന് മാത്രമല്ല, വലിയ വലിയ കെണിയിലേക്ക് പോയി. അപ്പം മൊട്ടയുടെ ഇന്നലത്തെ ഔദ്യോഗിക ജോലി ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതായിരുന്നു. ആന്റോ അഗസ്റ്റിൻ അങ്ങ് വെറുതെ അങ്ങ് ശോഭിക്കുകയാണ്. എന്തിനാണോ അദ്ദേഹം ശോഭിക്കുക? എന്നിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ മനോരമ ചാനലിൽ ഊണ് കഴിക്കാൻ പോയി. അതിനുശേഷമാണ് ഈ മനോരമയിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നത്. മനോരമ പോലെയുള്ള ഒരു പത്രം, ഞാൻ ഇവരുടെ ടാക്സ് ഇടപാടെടുത്ത് വെളിയിലോട്ടിടാം, MRFന്റെ എടുക്കാം, ChatGPT ഞാൻ ചോദിച്ചപ്പോൾ ദാ കിടക്കുന്നു. ChatGPT ആണോ ആധികാരിക രേഖ? ChatGPTയുടെ ഏറ്റവും അടിയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് പറയുന്നതൊക്കെ ശരിയാണോ എന്നില്ല, നിങ്ങൾ വേണം ചെയ്തോണോ. ChatGPT ഇങ്ങോട്ട് എടുത്തപ്പോൾ 245, 250 GST കേസുകളാണ്. ഇവർ കേസ് നടത്തുകയാണ്, MRF നടത്തുകയാണ്, മനോരമ നടത്തുകയാണ്. ഇതൊക്കെ കണ്ടോ, ChatGPT ചുമ്മാ ഇട്ടതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇന്നലെ അയാൾ മറുപടി പറയാൻ വന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലായി. മറ്റേ കോടതി പോയി കീഴടങ്ങി, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല, തൂക്കിക്കൊണ്ട് പോലെ. അപ്പോ ഇയാള് പിന്നെ ഈ GST ഓഫീസില് പിന്നെ ഇവിടെ പാലക്കാട്ടല്ലോ കാസർഗോഡ് മറ്റുമാണ് ഇയാൾക്ക് GSTയുടെ ഇത് അന്വേഷണം വന്നിരിക്കും. ആ ഉദ്യോഗസ്ഥനെ ഇയാൾ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇയാൾ സ്ഥലം മാറ്റിച്ചു. ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. പിണറായിക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. കൊള്ളയടിക്കാനുള്ള സകല ഒത്താശയും പിണറായി വിജയനും കായിക മന്ത്രിയായ അബ്ദുൾ റഹ്മാനും ചേർന്നാണ് ചെയ്തു കൊടുത്തത്. അതെ, ഇവരെല്ലാം ചേർന്നാണ് ചെയ്തു കൊടുത്തത്. ഈ സംഭവം ഇങ്ങനെ വന്നു കയറുമെന്ന് ആരും അറിഞ്ഞില്ല. കായിക വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് N പ്രശാന്ത് വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പ്രശാന്ത് വന്ന് കായിക വകുപ്പ് സെക്രട്ടറി ആക്കിയതെന്ന് പലരും ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഒരു അപ്രധാനമായ വകുപ്പിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നും പ്രശാന്തിനെ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും അവരെ. മാത്രമല്ല, പ്രശാന്തിന് മറ്റൊരു ലക്ഷ്യം കൊണ്ടുണ്ട്. ജയതിലേക്ക് സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം അയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. അയാളുടെ പുറകെ ഇതെല്ലാം വലിച്ചു തൂക്കിയെടുത്ത് വെളിയിലിടേണ്ട ആവശ്യം. ജയതിലക റിട്ടയർ ആയി കഴിഞ്ഞു. ഇത് മാത്രമല്ല, ഈ കേസ് ജയതിലക പ്രതിയാവും. അതിനുള്ള വകുപ്പുകളെല്ലാം അതിനകത്ത് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രശാന്ത് പക വീട്ടുകയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അദ്ദേഹം അന്വേഷിച്ചാണ് ഈ സംഭവം എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ GST ഉദ്യോഗസ്ഥനെ മാറ്റി 22.6 കോടി രൂപയാണ് GST ഇനത്തിൽ അടയ്ക്കേണ്ടത്. ഈ GST ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് നോട്ടീസ് കൊടുത്തതിന് ഇയാൾ എടുത്ത് ഇവിടെ കളഞ്ഞു. അതിനുശേഷം ഈ സർക്കാർ വരുമ്പോഴാണ് ഈ GSTയുടെ വിഷയം പൊങ്ങി വരുന്നത്. പൊങ്ങി വന്നു കഴിഞ്ഞ് ഇയാളെ സമൻസ് കൊടുത്ത് വിളിപ്പിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാളല്ലല്ലോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ MD, വേറൊരുത്തനാണ്, മാനുവൽ തോമസോ അങ്ങനെ കണ്ട് പറഞ്ഞ ഒരാളാണ്. അപ്പം അയാള് വരേണ്ടതിന് പകരം അയാളുടെ പവർ ഓഫ് അറ്റോർണി ആയിട്ട് ആന്റോയാണ് വരുന്നത്. ആന്റോ വന്നിട്ട് അവിടുത്തെ ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ GST കമ്മീഷണറോട് പറയാണ്, ഞാൻ സതീശനെ ഇപ്പോൾ വിളിക്കാം, ഇപ്പം ഞാൻ നിങ്ങളെ വിളിക്കാം, ആരാണ് എന്നെ വിളിക്കാൻ ഉത്തരവിട്ടത്, ഞാൻ സതീശനെ ഇപ്പോൾ വിളിച്ച് തരാമെന്ന്. എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ സതീശനെ വിളിച്ച് തരാം. എന്താണ്? ഒരു തട്ടിപ്പുകാരൻ ഒരു ചാനൽ വാങ്ങി ഈ നാട്ടിലുള്ള സകലമാന കൊള്ളരുതാഴികകളും അതിനുള്ളിലൂടെ പ്രചരിപ്പിക്കുന്നു. ലോകത്തുള്ള കള്ള വാർത്തകൾ മുഴുവൻ അടിച്ചു പിടിപ്പിക്കുന്നു. എന്നിട്ട് ഇന്നലെ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞങ്ങൾ 8ാം സ്ഥാനത്ത് കിടന്ന ഞങ്ങൾ 1ാം സ്ഥാനത്ത് വന്നു. എന്തുകൊണ്ടാണ്? അതായത് വിവിധ ചാനലുകളുടെ ലാൻഡിംഗ് പേജുകൾ കാശ് കൊടുത്ത് മേടിച്ചു. എന്നിട്ട് ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് കണ്ടറിയണം. ഇയാൾ പൈസ വാഗ്ദാനം ചെയ്തതേ ഉള്ളൂ, കൊടുക്കാറില്ല. കാരണം ഇയാളുടെ കയ്യിൽ പൈസ ഇയാൾ അടിച്ചു മാറ്റുന്നത് എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയില്ല, വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇന്നലെ ഇയാൾ പൊട്ടിച്ച വലിയൊരു വെടിയാണ്. സതീശൻ അവിടെ പോയി ഊണ് കഴിച്ചതിൻ്റെ പുറകെ ഇങ്ങനെ വന്നു. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഇവർ VD സതീശനെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. MDMA കേസിൽ സതീശൻ്റെ ഓഫീസിലായിരുന്നു, സതീശനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു സംഭവം സത്യമാണ്. ഇയാൾ ഈ MDMA കേസ് പ്രതിക്ക് ഈ സതീശൻ്റെ ഓഫീസുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്.
പക്ഷേ അയാളെ പിടികൂടി സതീശന്റെ ഓഫീസുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും അയാളെ പിടിച്ചില്ലേ, നടപടി എടുത്തില്ല അയാളെ പേരിൽ, അയാൾക്കെതിരെ നടപടി എടുത്തില്ലേ. ഇപ്പൊ പിണറായി വിജയന്റെ കാലത്താണ് എന്താണ് ചെയ്യുക? പിണറായി വിജയന്റെ കാലത്ത് കോടതി പറയാതെ എന്തെങ്കിലും ഉണ്ടോ? എം.ആർ. അജിത്കുമാർ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ട് എം.ആർ. അജിത്കുമാറിനെ സംരക്ഷിക്കുന്ന നടപടിയല്ലേ ഇവര്? എല്ലാവരും അതിനുള്ള കുറ്റം ചെയ്ത പരാതി കൊണ്ട് കൊടുക്കുന്നതിനെ പ്രതിയാക്കുന്നതായിരുന്നല്ലോ അവിടുത്തെ രീതി. അവസാനം കോടതി ഇടപെട്ടിട്ടാണല്ലോ എം.ആർ. അജിത്കുമാറിന്റെ പണി പോയത്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇത് അതുപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടർകാരെ വളർത്തി വലുതായിക്കൊണ്ടുവന്ന് അതൊരു വലിയ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. കൈരളി പോലുള്ള TV-യിൽ CPM-നെ പ്രകീർത്തിച്ചുകൊണ്ടോ കോൺഗ്രസിനെ എതിർത്തുകൊണ്ടോ ഒരു വാർത്ത വന്നാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. നിഷ്പക്ഷ ഇമേജ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ 2 ചാനലുകൾ ഇവർ വിലക്കെടുത്തിരുന്നു. ഒന്ന് ന്യൂസ് മലയാളവും ഒന്ന് ഈ 24 ഈ പറയുന്ന റിപ്പോർട്ട്. ന്യൂസ് മലയാളത്തിൽ ഇനി തലപ്പത്ത് മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ഇനി അതിനും മാറ്റമുള്ള സാധ്യത ദിലീപ് വരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ശരി, ഇപ്പം ഇന്നലെ വന്ന് ആൻഡോ അഗസ്റ്റിൻ വെളുപ്പിക്കാൻ നിന്നു. വെളുത്തില്ലെന്ന് മാത്രമല്ല, കറുത്ത് കരുവാളിച്ചു പോയി. പാവപ്പെട്ട മൊട്ടയുടെയൊക്കെ ഗതി കണ്ടിട്ട് മാധു ഇന്നലെ വിട്ടു നിന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അവർക്കും കൂടി ഇന്നിനിപ്പോൾ വിശദീകരിക്കാൻ കഴിയത്തില്ല. കാരണം ഇവന്മാർ പറഞ്ഞ ഈ രേഖയാണെന്നും പറഞ്ഞ് കാണിച്ചത് സ്പോൺസർമാർക്ക് കൊടുത്ത ലഘുലേഖയാണ്. ഇതാണ് ഞങ്ങളുടെ രേഖ, കയ്യിലുണ്ട്, ഇതാണ് ഞങ്ങളുടെ രേഖ, ഇതാണ്. പക്ഷെ കാണിക്കൂല കേട്ടോ, ഞാൻ കാണിക്കൂല. ഇത് ഞങ്ങൾ തമ്മിൽ ഒപ്പിട്ട രേഖയാണ്. അതുപോലെ കായിക മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ കേട്ടില്ലേ? അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ്. ആ സ്വകാര്യ ഏജൻസിയുമായിട്ട് സർക്കാരിനൊന്നും ഒപ്പിടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് കമ്പനി വന്ന് ഇടപെട്ട് കയറിയത്. കായിക മന്ത്രി അബ്ദുറഹ്മാൻ എന്നിട്ട് പറഞ്ഞു ഇത് നേരിട്ട് കായിക മന്ത്രാലയം തന്നെ ഇടപെട്ട് ചെയ്തതാണെന്ന്. അമീറ ആയിഷ ബീഗം അവരുടെ പേരിലൊക്കെയാണ്. എന്തായാലും ഈ ആൻഡോ അഗസ്റ്റിന്റെ പ്രധാനപ്പെട്ട ചോദ്യം സർക്കാർ ഖജനാവിന് എന്തെങ്കിലും നഷ്ടമുണ്ടായോ എന്നുള്ളത്. അത് പണ്ട് സോളാർ കേസിലും പലരും ചോദ്യമാണ്. അത് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ വഴിയെ പോകുന്ന ഒരു ലേഡിയുടെ മാല പൊട്ടിച്ചു, കൊണ്ടുപോയി വിറ്റു. സർക്കാർ ഖജനാവിന് വല്ല നഷ്ടമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ മാല നമ്മൾ മോഷ്ടിക്കുന്നു, അത് കൊണ്ടുപോയി വിറ്റു? 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്. അയ്യപ്പ പണിക്കർ സാറിന്റെ പ്രസിദ്ധമായ കവിതയുണ്ട്, വെറുതെ മോഷ്ടാവായവരെന്നെ കള്ളരത് വിളിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ഇത് വഴിയെ വന്ന ഒരാളെ മാല പറിച്ചോണ്ട് പോയി നമ്മൾ പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തു. നമ്മൾ 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇതിനകത്ത് എന്ത് നഷ്ടമാണ് സർക്കാരിന് വന്നിരിക്കുന്നത്? സർക്കാരിന് ഒരു നഷ്ടം വന്നില്ല. ഏതാണ്ട് ഇതേ തരത്തിലുള്ള ന്യായീകരണങ്ങളുമായിട്ട് വന്നതാണ്. പോരാതിട്ടിട്ട് ഇതെല്ലാം പിന്നെ റീൽസാക്കി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. തന്തയ്ക്ക് വിളി ആവോളം നുകരുകയാണ് ഇന്നലെ രാത്രി മുതൽ ആൻഡോയും മൊട്ടയും കൂടെ ഉള്ള മുഴുവൻ ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഗതികേടെന്ന് പറഞ്ഞാൽ മതി, മലയാളിയുടെ ഒരു ഗതികേട് ഇവന്മാരെ കൊണ്ട്.